ബ്രൈഡൽ വർക്ക് പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ജോയിൻ ചെയ്ത ആ ഭാഗത്ത് നമുക്കിനി അടയാളപ്പെടുത്താം. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴോട്ടും നമ്മൾ 7 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടേക്ക് താഴോട്ട് വരക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ലൈന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് ഫസ്റ്റും സെക്കൻഡും കാണാത്തവർ അത് കാണുക കേട്ടോ. എന്നിട്ട് ഇത് കാണുക, അപ്പോഴാണ് കൂടുതലും മനസ്സിലാവുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെസ്റ്റിൻ്റെ ഭാഗത്തൊന്നും കൂടുതൽ നമുക്കിവിടെ കട്ട് ചെയ്യാനും ഉണ്ടാവില്ല, ആഡ് ചെയ്യാനും ഉണ്ടാവില്ല. കറക്റ്റായിരിക്കും അളവ് വരുന്നത്. ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചൊക്കെ ആയിരിക്കും നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ബോഡി മെഷർമെൻ്റ് എടുത്ത് നമ്മൾ അതിലോട്ട് കൂട്ടാനുള്ളതൊക്കെ കൂട്ട് ഡിവൈഡ് ചെയ്യാനുള്ളതൊക്കെ ഡിവൈഡ് ചെയ്താൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു റൗണ്ട് നമ്മുടെ ടാപ്പ് ഇങ്ങനെ തിരിയുന്ന പോലെ അങ്ങനെ എടുക്കണം അളവ്. ആ ഒരു അളവ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്താൽ കറക്റ്റ് അളവായിരിക്കും. ഇനി ആം ഹോൾ നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ അവിടെ ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ ആം ഹോളിൻ്റെ അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ പീസിൽ നമുക്ക് ഇത് കട്ട് ചെയ്യണം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ്, ലൈനിങ് പീസിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് നമ്മൾ 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മുടെ നല്ല പീസിൻ്റെ അത്രയും വേണ്ടിയില്ല ലെങ്ത്ത്, അതിനേക്കാളും 4 ഇഞ്ചോ 5 ഇഞ്ചൊക്കെ കുറച്ചോളൂ. ഇത് കുറച്ച് അധികം വലിപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ലെങ്ത്ത് ലൈനിങ്ങിന് വേണ്ട. പിന്നെ നല്ലോണം നതിലടിക്കണ ക്ലോത്തൊക്കെ ആണെങ്കിൽ, അതായത് ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ്, ഇപ്പം നമ്മുടെ നല്ല ക്ലോത്ത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ അത്രയും ലെങ്ത്ത് ലൈനിങ്ങിന് കൊടുക്കുന്നില്ല. പക്ഷെ നല്ല ഈ ജോർജറ്റിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ, തുണിയൊക്കെ ആകുമ്പോൾ നല്ലോണം നതിലടിച്ച് കാണുമല്ലോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി താഴോട്ട് തന്നെ വന്നോട്ടെ ലൈനിങ്. നല്ല തുണിൻ്റെ ഒരു ഏകദേശം 2 ഇഞ്ചൊക്കെ കുറച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അവിടെ താഴോട്ട് ഇങ്ങനെ കണ്ടിട്ടിരിക്കും ആ ക്ലോത്ത്. അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും. താഴെ ഒരു വീതി ഞാനൊരു 20 ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും വേണ്ടവർക്ക് അത്രയും കൊടുക്കാം. ഇനി അത്രയും ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കണം എന്നില്ല കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ലൂസായി നിന്നോട്ടെ എന്നുള്ളൊരിതിൽ അലൈൻ കട്ടിൻ്റെ പോലെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മുകൾ ഭാഗത്തുനിന്ന്, അതായത് ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് നേരെ താഴത്തോട്ട് അങ്ങനെ വരച്ച് പോയാൽ മതി. അപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് താഴെ ഭാഗം ഒന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് പൊക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ഉടുപ്പിനൊക്കെ താഴെ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യില്ലേ, അതുപോലെ കേട്ടോ. എന്നിട്ട് ആ വരച്ച വരയിലൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് പോവാണ് ചെയ്യണത്. ഇനി നമുക്കിതിന് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തുണി 4ആയിട്ട് മടക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ഇതൊരു പർദ്ദ ക്ലോത്ത്, അതായത് ബെൽ സ്ലീവൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്ലീവാണ് കേട്ടോ. കുറച്ച് ലൂസായിട്ട് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ ലൂസായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഒരു സ്ലീവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ അതിന് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത്താണ്, അപ്പോൾ ഒരു 22.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മടക്കി അടിക്കുകയാണെങ്കിൽ നമുക്ക് 24.5 ഇഞ്ച് എടുക്കണം. 2 ഇഞ്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. 1 ഇഞ്ച് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് അവിടെ കൂട്ടി തയ്ക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. കാരണം 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് മുകളിലും കൊടുത്തിട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ 1 ഇഞ്ച് കൂടുതൽ എടുത്താലും മതി. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ 1 ഇഞ്ച് കൂടുതലായിട്ട് അങ്ങനെ എടുക്കുന്നത്, താഴെ ഒരു ലേസൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ നല്ല വർക്ക് വരുന്നുണ്ട്, വർക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു വർക്കിൻ്റെ ഇതൊക്കെ കാണാം നിങ്ങൾക്ക്. നല്ല ഭംഗിയുണ്ട്, അടിച്ചിട്ട് ഇട്ടിട്ട് നല്ല ഇഷ്ടത്തോടു കൂടിയാണ് നമ്മുടെ കസ്റ്റമർ നമ്മളെ അടുത്തുനിന്ന് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ
നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വരച്ചെടുക്കുക ഫസ്റ്റ്, എന്നിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താഴെ ഒരു 10 ഇഞ്ചൊക്കെ നമുക്ക് അളവ് എടുക്കാം. ഇനി അതിൽ കൂടുതൽ എടുക്കണ്ട, അത്രയും മതി. അത് തന്നെ നല്ലൊരു അത്യാവശ്യത്തിന് നല്ല വീതിയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഒരു 10 ഇഞ്ചൊക്കെ കേട്ടോ നമ്മൾ അങ്ങനെ എടുക്കുക. അപ്പോൾ അതൊരു എന്നാൽ നല്ല ലൂസായിട്ടിരിക്കല്ല, ഒരു പാകത്തിനൊരു ലൂസായിട്ട് എടുക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്, നമ്മളെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാത്തത്. പിന്നെ താഴെ ഭാഗം നമ്മൾ കുറച്ച് ലൂസായിട്ട് നമ്മൾ കൊടുക്കുക. 7 ഇഞ്ചൊക്കെ ഉള്ള 6 ഇഞ്ചുള്ളവർക്കൊക്കെ ഒരു 10 ഇഞ്ചൊക്കെ കൊടുത്താൽ ധാരാളമായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാൻറ്റും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പാൻറ്റിന് എക്സ്ട്രാ വർക്കൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സാധാ ഒരു പ്ലാസോ അല്ല, എന്നാൽ സിഗരറ്റ് പാൻറ്റും അല്ല, കുറച്ച് ലൂസുള്ള ഒരു യൂണിഫോം ടൈപ്പ് പാൻറ്റാണ് നമ്മൾ ഇതിന് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ സാധാ ഒരു പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ളത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഇടാം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാ പാൻറ്റാണ്, നോർമൽ പാൻറ്റാണ്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം അടുത്ത ഒരു പാർട്ടിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ താങ്ക്